ബി.ജെ.പി. പ്രവർത്തകൻ മുഴപ്പിലങ്ങാട്ടെ എളമ്പിലായി സൂരജ് വധക്കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി 10ാം പ്രതിയെ വെറുതെ വിട്ടു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ഈ കേസിൽ ആകെ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1ാം പ്രതി ഷംസുദ്ദീൻ, 12ാം പ്രതി രവീന്ദ്രൻ, അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇവർ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് 10 പേർക്കെതിരെയാണ് കോടതി വിചാരണ നടപടികൾ ആരംഭിച്ചത്. അതിൽ 9 പേർ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഈ കേസിൽ തിങ്കളാഴ്ച ശിക്ഷ പറയും. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 147, 148, 302 കൂടാതെ 120B എന്നിവയും ആംസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ 7 മുതൽ 7, 8, 9 പ്രതികൾക്കെതിരെ ഈ കേസിൽ ഗൂഢാലോചന, കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നീതു ചേരുന്നുണ്ട്. നീതു, 9 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒരാളെ വെറുതെ വിട്ടിട്ടുമുണ്ട്. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ചയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അർജുൻ, മുഴപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകൻ എളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ആകെ 12 പ്രതികളായിരുന്നു ഉണ്ടായത്. ഇതിൽ 1ാം പ്രതി പി.കെ. ഷംസുദ്ദീൻ, 12ാം പ്രതി ടി.പി. രവീന്ദ്രൻ എന്നിവർ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നു. 9ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശനെയാണ് കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്കെതിരെ ആയുധം കയ്യിൽ വെക്കൽ, കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, കുറ്റക്കാരെ സംരക്ഷിക്കുക ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് ഈ ഒരു പ്രതികൾക്കെതിരെ കോടതി ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2005 ഓഗസ്റ്റ് 7 രാവിലെ ആയിരുന്നു മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ വെച്ച് ബി.ജെ.പി. പ്രവർത്തകനായ എളമ്പിലായി സൂരജിനെ ഓട്ടോയിലെത്തിയ ഒരു സംഘം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2010 വിചാരണ തുടങ്ങാനിരുന്നുവെങ്കിലും സാക്ഷികൾ ഹാജരാവാത്തതിനാൽ ഈ ഒരു കേസിന്റെ വിചാരണ നീണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കൊല്ലപ്പെട്ട സൂരജിന്റെ മാതാവ് സതി കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അഡ്വക്കേറ്റ് പി. പ്രേമരാജനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും തുടർന്നാണ് ഈ ഒരു കേസിന്റെ വിചാരണയും മറ്റ് നടപടികളുമെല്ലാം ആരംഭിച്ചത്. പ്രോസിക്യൂട്ടറും നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. കേസിൽ ഈ പ്രതികളെല്ലാം തന്നെ സൂരജിന് നീതി ലഭിച്ചു. പ്രതികളുടെ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. തിങ്കളാഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂട്ടർ പി. പ്രേമരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ പ്രതിഭാഗത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് C.K. ശ്രീധരനാണ് ഹാജരായത്. വിധിക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് ഇദ്ദേഹവും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിൽ തിങ്കളാഴ്ച ഈ പ്രതികൾക്കുള്ള കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 9 പ്രതികൾക്കുമുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. അർജുൻ.